ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പം ഇന്ന് ഞങ്ങൾ പോണത് ഒരു റിസോർട്ടിലേക്കാണ്. ഫാമിലി ഇടയ്ക്ക് ഒരു ചെറിയൊരു ട്രിപ്പ് അടിച്ചു തരാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വോയിസ് കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ ഞാനത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ വോയിസ് കൊടുക്കാമെന്ന് മാത്രം കേട്ടോ. അങ്ങനെ എല്ലാവരും ഉണ്ട്. ഞാൻ മുന്നിൽ ഇറങ്ങി ഒരു വീഡിയോ എടുത്ത് മാത്രം, മറ്റുള്ളവരൊക്കെ വണ്ടിയിൽ കയറിയിരിക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ അപ്പുറത്തൊക്കെ ഉണ്ട്, ഓരോ സൈഡിലൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങളിതാ പോകുന്നത് എങ്ങോട്ടെന്ന് ചോദിച്ചാൽ കൊടൈക്കനാലൊന്നും സോറി അല്ല കേട്ടോ, കക്കാടംപൊയിൽ റിസോർട്ടിലേക്കാണ് കേട്ടോ. ഗോൾഡൻ റോക്സ് എന്ന് പറഞ്ഞ ഒരു റിസോർട്ടിലേക്കാണ് പോണത്. പോണ വഴിയിൽ ഒരുപാട് എന്താ പറയുക, പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാണ്ട് കേട്ടോ. നല്ല വെള്ളച്ചാട്ടം, നല്ല അരുവി. ഇപ്പോൾ ഒന്നാമത് മഴ ആയിട്ടായിരിക്കും കേട്ടോ, ചെറിയ ചെറിയ അരുവികളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തില്ല കേട്ടോ. യായുണ്ടായിരുന്നു മടിയിൽ, അപ്പം മൂപ്പര് സമ്മതിക്കണില്ല, എന്തൊക്കെയൊക്കെ ഒരു പരിപാടിയോന്. അപ്പോൾ ഒരുപാട് റിസോർട്ട്, ഇതൊരു റിസോർട്ടാണ് കേട്ടോ. ഒരുപാട് റിസോർട്ടുകളുണ്ട് കേട്ടോ. ശരി, സത്യം പറഞ്ഞാൽ ഈ കക്കാടംപൊഴിയിൽ അതിലൊരു റിസോർട്ട് മാത്രമാണ് കേട്ടോ ഈ ഗോൾഡൻ റോക്സ്. പെട്ടെന്ന് നമ്മൾ കരുതി ഈ റിസോർട്ടാണ്, പക്ഷെ അതല്ല കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി മുന്നോട്ടേക്ക് നല്ലൊരു 300 മീറ്റർ ഒന്നും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ എന്തായാലും ഗൂഗിൾ മാപ്പിൽ. അപ്പോൾ അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെ വണ്ടിയിൽ ആരാളുള്ളത് ചോദിച്ചാൽ എൻ്റെ ഒരു 2 നാത്തൂന്മാരുണ്ട്, ഞാനും മക്കളും, പിന്നെ വേറൊരു മോനും കൂടി ഉണ്ട് കേട്ടോ. 2 മോനും കൂടി ഉണ്ട് കേട്ടോ. നാത്തുമാർ 2 മക്കൾ, ചെറിയ 2 മക്കളും കൂടി ഉണ്ട് കേട്ടോ. ഇന്നോവയിലാണ് കേട്ടോ ഞങ്ങളുള്ളത്. ഫസ്റ്റ് നമ്മളാണ് കേട്ടോ എത്തുന്നത്, ബാക്കിയുള്ളവരൊക്കെ ബാക്കിലാണ് എത്തുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് എളുപ്പമുള്ള റൂട്ടിൽ ഇറങ്ങി, അപ്പം നമ്മൾ വേറെ വഴിയിൽ വേറെ വഴിയിൽ പോയിട്ടോ. ഇവിടെ ഫൈനലി നമ്മളിതാ ഗോൾഡൻ റോക്സ്. അപ്പോൾ ഓര് വരുന്നുണ്ട്. പക്ഷേ ഫൈനലി നമുക്ക് വാതിലൊക്കെ തുറന്ന് വെച്ചിരുന്നു, ഗേറ്റൊക്കെ തുറന്ന് വെച്ചിരുന്നു കേട്ടോ. ഇവളെന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെ വോയിസ് ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്തൊക്കെ അങ്ങനെ പറഞ്ഞു പോയി ഗൈസ്. അവരിതാ ഒരു വന്നോളിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നിർത്തിയെന്നുള്ള അയാൾക്കറിയില്ലല്ലോ. ഞാൻ ഇവിടെ ഒന്ന് എടുക്കട്ടെ, റിയാസ്കിനോട് അറിയാം ഒന്ന് നിർത്തി, ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തിയെന്നതാണ് കേട്ടോ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് വണ്ടീൻ്റെ മുന്നിലൊക്കെ കയറിയിട്ട് ഇരുന്നത്. എല്ലാം സാധാരണ എല്ലാവരും കൂടി തട്ടി ബാക്കിലാക്കിയിട്ട് കേട്ടോ. കാരണം കുറേ ആൾക്കാരുണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ. ഇപ്രാവശ്യം ഏതായാലും വീഡിയോ എടുക്കണം കാരണം മുന്നിൽ ഇരുന്നതാണ് കേട്ടോ. എന്താ നമ്മളിവിടെ എത്തിയിട്ടോ. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നമ്മളെത്തിയപ്പോൾ മഴയില്ല, അപ്പം മഴ ചോർന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ എന്തേനിയോ ഇവിടെ എത്തിയിട്ടോ, റിസോർട്ടിലെത്തിയതാ. ഇനി കുറേ വണ്ടി വരുന്നുണ്ട്. ഫസ്റ്റത്തെ ട്രിപ്പ് ഞങ്ങളെ വണ്ടി മാത്രമേ എത്തിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഓൽക്കും വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിന് മുന്നേ ഇവിടെ നിന്ന് കാണിച്ചത് കേട്ടോ. എൻ്റെ അടുത്തുണ്ട് എന്താ നിന്നിട്ടുള്ളൊക്കെ ഇപ്പൊ വരും. പൊന്നുക ഞാനും എല്ലാം ഇറങ്ങി. അപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പാണ് കേട്ടോ. കോട ഉണ്ടോ? എല്ലാ കോടയാണ്, കോട ഇറങ്ങിയിട്ട്. അപ്പോൾ മൊത്തത്തിലുണ്ട് ആൾക്കാർ. എന്തേനോ ഇനി എത്തിയില്ല എന്നുള്ളത് സത്യം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കട്ടെ എന്ന് കരുതി. എന്താ പൂളിങ്ങോട്ട് കണ്ട വേറെ ഒന്നും വേണ്ട ഞങ്ങളെ ടീമാർക്ക്. അതാണ് സത്യം പറഞ്ഞല്ലോ, അതാണ് കേട്ടോ. ഞാൻ കാണിച്ചത് ഇവിടെ ഇതും നല്ല വഴുക്കലുണ്ട്. ഞാൻ ബാക്ക് ക്യാമറ എത്താട്ട് കാണിച്ചത് കേട്ടോ. ഇതൊരു വെറൈറ്റി കളിയായിരുന്നു കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ സെലക്ട് ചെയ്യുക, അങ്ങനെ ഔട്ടായി ലാസ്റ്റുള്ള ആൾക്ക് 500 രൂപ കിട്ടും. അങ്ങനെ ഒരാൾക്ക്
മത്സരങ്ങളായിരുന്നു കേട്ടോ. ഒരു 5 മിനിറ്റ് 5 ഒരു 3 മിനിറ്റ് സമയം തരും. അതിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാറ്റ് സെലക്ട് ചെയ്യുക, സ്റ്റെപ്പ് കണ്ടെത്തുക, അപ്പൾക്കപ്പളെ കളിക്കുക, അങ്ങനെ ആയിരുന്നു കേട്ടോ. അതിൽ ഫസ്റ്റ് ഇതാ ഞങ്ങളുടെ ഇതിൻ്റെ ടീമാണ് കേട്ടോ. ഇതേട്ടോ ഞങ്ങൾക്ക് ഇരുന്നുണ്ട്. അങ്ങനെ 2 മിനിറ്റ് ഒരു മിനിറ്റ് ആയിട്ടുള്ള പാട്ട് അതിൻ്റെ ഉള്ളിൽ ഡാൻസ് കളിച്ചാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള നമുക്ക് കേട്ടോ നമുക്ക് ഇരുന്നിട്ട് ഫസ്റ്റ് അതാ ഈ മോള് എൻ്റെ നാത്തൂൻ്റെ മോളായിരുന്നു കേട്ടോ. ഓക്ക് വെയ്യ, അപ്പം ഓളായിരുന്നു കേട്ടോ പുതിയെണ്ണ്. അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു വെറൈറ്റി നല്ല രസമായിരുന്നു കേട്ടോ സംഭവം. അങ്ങനെ അത് അടിച്ച് പൊളിച്ചിട്ടോ. സ്റ്റെപ്പൊന്നും അറിയില്ല, പലരും പല വിധത്തിലാണ് കളിക്കണത് കേട്ടോ. നമ്മൾ ഗ്രൂപ്പൊക്കെ തിരിച്ചിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളത് ഗ്രീൻ ഗ്രൂപ്പ് ആയിരുന്നു കേട്ടോ. അപ്പോൾ കയ്യിലാതിരി കളിക്കുക എന്നുള്ളതാണ് കേട്ടോ. കളിയൊക്കെ കണ്ട് പിന്നെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഒരുപാട് ഞങ്ങളൊക്കെ ചിരിച്ചിട്ട് എന്തൊക്കെയൊക്കെയാണ് കളിച്ചുണ്ടാക്കുന്നത്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തിൽ 3 ഗ്രൂപ്പ് ആയിരുന്നു കേട്ടോ. അപ്പോൾ 3 ഗ്രൂപ്പിൽ ഓരോരോ ഒപ്പന, ആണും പെൺകുട്ടികളും കുട്ടികളും അങ്ങനെ എല്ലാവരും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള എന്തായിരുന്നു ഒപ്പനയായിരുന്നു കേട്ടോ. അതിൽ എന്താ പറയുക, നല്ല രസം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫണ്ട് ഗെയിമായിട്ട് ഇങ്ങനെ കളിക്കുക എന്നുള്ളത് മാത്രം കേട്ടോ. എന്തായാലും അടിച്ച് പൊളിച്ചിരുന്നു കേട്ടോ ഈ ഒപ്പനൻ്റെ കാര്യത്തിൽ. പിന്നെ അത് അടുത്ത കുട്ടികൾക്കുള്ള ഒരുപാട് കളികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മിഠായി പേർ കളിച്ച് ദുവമോൾക്ക് യായൊക്കെ ഫുള്ളായിട്ട് ഇങ്ങോട്ട് വലിക്കുക കേട്ടോ. അങ്ങനെ പൊറുക്കണം, അങ്ങനെ മത്സരം, അങ്ങനെ ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു മോൻ ഫസ്റ്റ് ദുവക്ക് സെക്കൻഡ് ആയിരുന്നു കേട്ടോ. പിന്നെ അടുത്ത് ബലൂൺ പൊട്ടിക്കലായിരുന്നു കേട്ടോ. ഒരുപാട് മക്കളിനോട് നല്ല രസമാണ് കേട്ടോ. എല്ലാവരും കൂടിയും കൂട്ടിയിട്ട് ബലൂണാട് കൊടുത്തിട്ട് പിന്നെ പൊട്ടിക്കാൻ പറഞ്ഞിട്ട് സംഭവത്തിൽ ഇതെന്താ സത്യം 3 ഗ്രൂപ്പാണല്ലോ. അവനാൻ്റെ ഗ്രൂപ്പുള്ളവർ തമ്മിൽ പൊട്ടിക്കണില്ല, ഗ്രൂപ്പിലല്ലാത്തവർ തമ്മിൽ പൊട്ടിക്കട്ടോ. എന്ത് വന്നാലും ഗ്രൂപ്പുള്ളവർ പൊട്ടിക്കണം. ലാസ്റ്റ് ഒരു ഗ്രൂപ്പുള്ള 2 ആൾ കാണിച്ചിട്ടുണ്ട്, അത് വന്നിട്ടത് ഒരാളുടെ പൊട്ടി ഫസ്റ്റ് കിട്ടിയത്. അടിപൊളി കളിയായിരുന്നു നല്ല മക്കളായിട്ട് തള്ളാർക്ക് എന്താന്ന് വെച്ചാൽ അവനാൻ്റെ മക്കൾ ജയിക്കണം എന്നുള്ളതിനായിട്ട് സെപ്പറേറ്റ്. അപ്പോൾ ഇതാ മക്കളൊക്കെ കടന്ന് യായു വികല്ലേ. അപ്പോൾ ഇതാ ഓടി നമ്മളെ കാറൊക്കെ ഇതാ സൈഡാക്കിന്. ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞു. സമയം ഇപ്പം 1 മണി കഴിഞ്ഞു കേട്ടോ. അടക്ക ഞാൻ തുറന്നുതരാം. അപ്പോൾ ഇതാ വണ്ടികളൊക്കെ ലൈറ്റിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വീഴല്ലേ ഓനെ ഇതാ കിടന്ന് ഉറങ്ങാണ്ട് ഇതാട്ടോ ഞാൻ അതിൽ വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തന്നെ കേട്ടോ ഉള്ളിൽ. അപ്പോൾ ഇവിടുന്ന് നേരെ എടുത്താണ് കേട്ടോ. ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് അങ്ങനെ വരിക. നമ്മൾ 1 2 3 4 5 6 7 8 വണ്ടിയായിരുന്നു കേട്ടോ നമ്മൾ വന്നത്. അത് ഇവിടെ 3 റൂമുണ്ട് കേട്ടോ. പിന്നെ അടിയിൽ ഇതുപോലെ 3 റൂമാണ് കേട്ടുള്ളത്. പിന്നെ മതി അങ്ങനെ ഇതാ ഇതെല്ലാവരും പൂട്ടിപ്പോയി ഗൈസ്. ഗോൾഡൻ റോക്സ് എന്നൊക്കെ ഇതുപോലെ ആട്ടെ എഴുതിയൊക്കെ വെച്ചിക്കണേ. രാവിലെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ വാ ഓൻ കിടന്നിക്കണ്. ഉറങ്ങാൻ മടിയായിട്ടാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പിന്നെ യായോ ഉറങ്ങാൻ മടിയായിട്ടാണ്. വെള്ളം അടി തിരക്കിയ വെള്ളമുണ്ട്. വെള്ളമുണ്ട് എന്നാ വെള്ളം പിടിച്ചിങ്ങോട്ട് വെള്ളം പിടിച്ചിറങ്ങി. ഉറങ്ങാൻ മടിയായിട്ട് ലൈറ്റ് ഇട്ടാളാ. ലൈറ്റ് ഇട്ട് ഇതുവരെ ലൈറ്റ് ഇട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അടിപൊളിയാണ് കേട്ടോ റിസോർട്ട്. ഗോൾഡൻ റോക്സ് ആണ് പേര്. കടമ്പുയിലാണ് കേട്ടോ സ്ഥലം. അപ്പം ആരെങ്കിലുമൊക്കെ വെക്കേഷനിലൊക്കെ വരാൻ താല്പര്യം ഉണ്ടെങ്കിലൊക്കെ വരിക കേട്ടോ. ഞാനിതാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ സമയം 1 മണി കഴിഞ്ഞ് 1:30 അപ്പോൾ ഗുഡ് നൈറ്റ്. ഇവിടെ യായി ഉറങ്ങുന്നുണ്ട്, അപ്പുറത്ത് ഒക്കെ ഉറങ്ങുന്നുണ്ട്, ഓരോരുത്തർ ഉറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പം നാളെ കാണാം. ഓക്കെ, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വ്യൂ ആണ് കേട്ടോ. രാവിലെ 6:10 ആ സമയത്തുള്ള നല്ല മഞ്ഞുണ്ട് കേട്ടോ. കോട തന്നെയോ കണ്ടോന്നറിയില്ല. ഞാൻ എന്താ ബാൽക്കണിയിലാണ്, ഫസ്റ്റ് ക്ലാസ് മുകളിലാണ് കേട്ടോ. ഇവിടെ കിച്ചണ് കാണിച്ചു തരാം. കിച്ചണ് സമയമായില്ല, അതുകൊണ്ട് അടിച്ചിട്ടതായിരിക്കും. ഇവിടെ സൗണ്ട് എന്താണെന്ന് വെച്ചാൽ രാവിലെ മക്കൾ ഉള്ളിറങ്ങിക്കണേ, അതിൻ്റെ സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത്. ഏതായാലും നമുക്ക് പോയി നോക്കാം.
എങ്ങനെ ഉണ്ടെന്നുള്ള ബാൽക്കണി ഉറങ്ങാട്ടോ റൂം. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് റൂമിൻ്റെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അപ്പോൾ ഉറങ്ങുന്നുണ്ട്, അതാണ് കേട്ടോ എടുക്കാത്തത്. അപ്പോൾ ഓക്കെ വാ പുഴുക്കാം. ഇതാണ് ഗൈസ് മൊത്തത്തിൽ മഞ്ഞാണ് ഗൈസ്. അവിടെ നിന്നൊക്കെ ഫുള്ള് പാർക്കിങ്ങാണ്. ആ മുകളിലത്തെ നിലയിലായിരുന്നു കേട്ടോ പരിപാടി. ഇവിടെ കിച്ചൺ ഏരിയ ആണെന്നില്ലേ. അതെ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മളിങ്ങനെ വെക്കേഷനൊക്കെ അടിച്ച് പൊളിക്കണമെന്നുണ്ടെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് വരി. ഗോൾഡൻ റോക്സിലേക്ക് അടിപൊളി വൈബ് ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ഇതാ ഗൈസ് ഞങ്ങളെ കാറുകളൊക്കെ ഇതാ അവിടെ നേരം വെളുത്ത് നല്ല മഞ്ഞാണ്. ഇതാ കണ്ടില്ലേ 8, 2, 4, 6, 8 ഉണ്ട് കേട്ടോ. 8 വണ്ടി ഉണ്ട്. ഇതാണ് ഗോൾഡൻ റോക്സിലാണ് കിച്ചൺ ഏരിയ. ഇവിടെ വൈഫൈയോ? ഇല്ല എൻ്റെ നെറ്റ് ഉണ്ട്, എൻ്റെ റേഞ്ച് ഉണ്ട്. ഇവിടെ വോഡഫോണിന് റേഞ്ച് ഉണ്ട്. എൻ്റെ ഫോണാണ്. ഇതാണ് ഗൈസ് എൻ്റെ എവിടെയോ ഒരു ഇതിൽ എൻ്റെ ചെരുപ്പുണ്ടാവും. എൻ്റെ ചെരുപ്പ് ഞാൻ ചെരുപ്പിടാതെ നടക്കുകയാണ് ഗൈസ്. അഴകത്തൊരു സുന്ദരി ഇതൊക്കെ ഏരിയ കേട്ടോ. ഗൈസ് ഇതിലാരോ ഒരാൾ ചവിട്ടി പോകുന്നുണ്ടാവും. എൻ്റെ ചെരുപ്പ് ഗസ്റ്റിലുണ്ടോ ഇല്ലല്ലോ. നല്ല മഞ്ഞാണ് കേട്ടോ. മഞ്ഞായിട്ടാണ് കേട്ടോ ഇത്. ക്ലിയർ അല്ലത് കോട ഇറങ്ങിയതാണ് കേട്ടോ. നമുക്ക് കാണിച്ചു തരാം. ഒരു സുന്ദരി നമുക്ക് നോക്കാം. നല്ല മഞ്ഞാണ്. ആണുങ്ങൾ കുറച്ചാൾ എണീറ്റില്ല. എപ്പോഴാണ് കിടന്നുറങ്ങിയ അള്ളാക്കറിയാം. 1, 1:30, 2 മണിക്കൊന്നും ഉറങ്ങിയില്ല ആരും. സ്കെച്ച് കിടന്നതായിരിക്കും. നല്ല വഴുക്കലുണ്ട് കേട്ടോ. നല്ല വഴുക്കൽ പറഞ്ഞാൽ നല്ല വഴുക്കലുണ്ട് ഗൈസ്. ഇത് നമുക്ക് പോയി നോക്കാം. പാർക്കിംഗ് ഏരിയ ഇതാ കണ്ടില്ലേ. ഇതാണ് കേട്ടോ. ഇത് ഫസ്റ്റ് സെക്ഷനാണ് കേട്ടോ. അവിടെയാണ് നമ്മൾ കാറൊക്കെ നിർത്തിയിട്ട് അവിടെ. ഇത് 2ാമത്തെ സെക്ഷൻ തട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അവിടെയാണ് റൂംസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ പാർക്കും ചിൽഡ്രൻസിന് കഴിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ അവിടെ ആയിട്ട് വരുന്നത്. നല്ല വൈബുള്ള എന്താട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാലുള്ള വ്യൂ ആട്ടോ ഈ കാണുന്നത്. പിന്നെ അടിയിലാണ് ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ആൾക്കാരെ കാണില്ല. ഇവിടെയാണ് കേട്ടോ പൂള് വരുന്നത്. മക്കളൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് നിൽക്കുന്നില്ല. പിന്നെ ഇത് അവിടെയൊക്കെ ഇങ്ങനെ അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ. നല്ല മഞ്ഞ. അതൊക്കെ വലിയ പൂളാട്ടോ. അത്യാവശ്യം വലിയ പൂളാണ്. ഞാൻ മക്കളില്ലാത്തപ്പോൾ എല്ലാവരും കുളിക്കുന്നുണ്ട്. കുളിക്കാത്ത സമയത്തിനുള്ള വീഡിയോസുകളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇത് അവിടെ പൂളിൽ നിന്ന് നമ്മൾ കുളി കഴിഞ്ഞാൽ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് 2 സെക്ഷൻ കേട്ടോ. ബാത്റൂം ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ എന്താ അടിപൊളി വ്യൂ ആണ്. അപ്പോൾ നിങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ വെക്കേഷൻ അടിച്ച് പൊളിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരിക കേട്ടോ. അപ്പോൾ മഞ്ഞിങ്ങനെ കോട ഇങ്ങനെ നീങ്ങുന്നുണ്ട് കേട്ടോ.
അടിപൊളിയാണ് കേട്ടോ. ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇവിടുത്തെ സൗണ്ട് തന്നെ അവിടുത്തെ സൗണ്ട് തന്നെ മക്കളെ സൗണ്ട് തന്നെ നല്ലോണം കേൾക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കിടന്നിരുന്നത് ആ റൂമിലാണ് കേട്ടോ, മേലെ റൂമിൽ. സത്യം പറഞ്ഞ ഒരു ചായയൊക്കെ കുടിക്കാനായിരുന്നു കേട്ടോ ഗൈസ്. ഒരു കട്ടൻ കിട്ടിയാൽ കുടിക്കുക എന്നുള്ള ലെവലിലേക്ക് എത്തിന് കേട്ടോ. നോക്കാം കേട്ടോ, ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഇവിടെ അങ്ങനെ നമുക്ക് നോക്കാം അല്ലേ. ഞങ്ങൾ ഫാമിലി എന്ന് പറഞ്ഞാൽ ഗൈസ് ചെറിയ വലിയൊരു ഫാമിലിയാണ് ഗൈസ്. ഞങ്ങൾ ചെറിയൊരു വലിയൊരു ഫാമിലിയാണ് ഗൈസ്. ഇവിടെ ഞങ്ങൾ വന്ന ആരൊക്കെയാന്നുള്ളത് ഞാൻ പറഞ്ഞ മൊത്തം ഫാമിലി ആയിട്ട് അങ്ങനല്ല. ഒരു ബാപ്പൻ്റെ 8 മക്കളുണ്ട്. 8 മക്കളും ഓലെ മക്കളും മക്കളെ മക്കളും, മനസ്സിലായോ? അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ 7 പെങ്ങന്മാരുണ്ട്. 7 പെങ്ങന്മാരും ഓലെ മക്കളും മക്കളെ മക്കളും പിന്നെ മരുക്കളൊക്കെ ഇല്ലേ, അങ്ങനെ ഒരു 10-65 വേണം ഒക്കെ ഉണ്ട് മക്കളടുക്കിട്ടോ. ഒരാളിട്ടോ വന്നത് അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളെ ടീമിൽ കുറേ ആൾക്കാർ ഗൾഫിലാണ്, ഖത്തറിലുള്ളവരാ. അപ്പം അവരിപ്പോൾ 2 വർഷം അങ്ങനെ ഫാമിലി ആയിട്ട് ഗൾഫിലാണ് കൂടുതൽ ആൾക്കാർ. അപ്പോൾ ഓലും എല്ലാവരും ഇപ്രാവശ്യം വന്നിക്കണം കേട്ടോ. അതിലിപ്പം ഒരാൾ എന്താ പറയുക വരാണ്ടിരുന്നു. ഒരാൾ ദുബായിലേന്. ഇന്നലെ ഈ പരിപാടിക്ക് പരിപാടിക്ക് ടൂറിനായിട്ട് മാത്രം ഗൾഫിൽ നിന്ന് വന്ന ടീമുണ്ട് കേട്ടോ ഇതിൽ. പിന്നെ ഇന്നലെ മെനിയാന്ന് രാത്രി, അതായത് 28-ാം തീയതി രാത്രി ഒരു മോനും ഓലെ വൈഫും 2 മക്കളും. അത് 28-ാം തീയതി രാത്രി 8 മണിയൊക്കെ ആയപ്പം ഇവിടെ എത്തിയതാട്ടോ, അതും ഈ പരിപാടിക്ക്. പിന്നെ ഇന്നലെ രാവിലെ വന്നൊരു ടീമുണ്ട്, ഓരും ഈ പരിപാടിക്ക്. അങ്ങനെയൊക്കെ സർപ്രൈസായിട്ട് വന്നവരും ഒക്കെ ഈ പരിപാടിക്ക് പങ്കെടുക്കാതെ കരുതിയായിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ 4-5 ഒരു ഫാമിലി, ഞങ്ങൾ വീടിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ ഒരു വില്ല പോലെ കേട്ടോ ഞങ്ങളെ വീട്. അവിടെ 1, 2, 3, 4 വീടുണ്ട് കേട്ടോ. ആ 4 വീട്ടിലുള്ള നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോവലുണ്ട് കേട്ടോ, റിസോർട്ട് എടുക്കാണ്ട്. അപ്പോൾ ഇതിൻ്റെ മുന്നും ഇതുപോലെ ഞങ്ങൾ മൊത്തം മക്കളും കുട്ടികളും ഒക്കെ അത് വയനാട്ടിലേനിട്ട് ഞങ്ങൾ റൂമൊക്കെ എടുത്തിരുന്നത്. അത് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം അത് കണ്ടപ്പം പിന്നെ അതാലോചിക്കുമ്പോൾ എല്ലാവരും വരും, ഒരുപാട് പ്രോഗ്രാമൊക്കെ നടത്തി അടിപൊളിയായിരുന്നു കേട്ടോ. അതുപോലെ കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം എല്ലാവരും വന്നത്. എന്നാലും ഇതിൽ 1, 2, ഒരു 4-5 ആൾക്കാർ, 2, 3, 5 ആൾക്കാരുണ്ട് കേട്ടോ വരാത്ത. സ്കൂൾ ഒഴിവാക്കാൻ കഴിയാത്ത 2, 3 കുട്ടികൾ. അങ്ങനെ ഇപ്രാവശ്യം സ്കൂളും കൂടി തുറന്നല്ലോ, എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നവരൊക്കെ ഉണ്ടായിട്ട് ഓരൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതിൽ 1, 2 ആൾക്കാർ വരാനുണ്ട്. ബാക്കി ഏകദേശം ഫുള്ള് വന്നിക്കണം കേട്ടോ. അതാണ് ഇത്ര വൈബ് പറഞ്ഞാൽ. പിന്നെ എല്ലാവരും കൂടിയാൽ നല്ല രസമാണ് കേട്ടോ നമ്മളവിടെ. അപ്പോൾ ഈ ആൾക്കാരുണ്ടല്ലോ മൊത്തം ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഗൈസ്, ഈ 8 കാറിൽ വന്ന ആൾക്കാർ. ഇതൊന്നും അല്ല കേട്ടുള്ളത്, അങ്ങനെ ഇനിയുണ്ട് കുറച്ചും കൂടി വരാൻ. ഓരും പിന്നെ നാത്തുമാരെ ഒരാൾ ഹസ്ബൻഡ് മാത്രം വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവർ അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങന്മാർ 7 പെങ്ങന്മാരിൽ ഒരാൾ ഹസ്ബൻഡ് മാത്രമാണ് കേട്ടോ ഇവിടെ ഈ പരിപാടിക്ക് വന്നത്. ബാക്കിയുള്ള 6 ആൾക്കാർ വന്നു. പറഞ്ഞാൽ അതിൽ ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് വരാൻ കഴിഞ്ഞില്ല, പണിയൊന്നും ഒഴിവാക്കാൻ കഴിയാനിട്ട്. അവർക്കൊക്കെ വരാനൊക്കെ ആഗ്രഹമുണ്ട്, അപ്പോൾ അതിന് കഴിഞ്ഞില്ല. അങ്ങനെ കുറച്ച് ആൾക്കാരും കൂടി. ഇവരൊക്കെ എൻ്റെ വീട്ടിലാണ്, മനസ്സിലായില്ലേ? എൻ്റെ ഹസ്ബൻഡ് ഒരാളേ ഉള്ളൂ, ഒരാങ്ങളേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീട്ടിലാണ് ഇവരൊക്കെ കൂടുതലിട്ടോ. അടിപൊളിയായിട്ട് നല്ല രസമുണ്ടാവും. പിന്നെ അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ട് നമ്മൾ പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കിയതാണ്. മൊത്തത്തിലുണ്ടായപ്പം അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ഇത് തന്നെയോ ഞങ്ങളങ്ങനെ റിസോർട്ട് എടുത്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അടിപൊളിയാകാൻ വേണ്ടിയിട്ട്. പിന്നെ അക്കതാ ഇത് ഇവിടേക്ക് വരിക. അങ്ങനെയാണ് പോകുന്നത് എന്നാണ് ചുരുക്കി പറഞ്ഞത്. ഇതാണ് ഗൈസ് ഗോൾഡൻ റോക്സിൻ്റെ ഇവിടുന്ന് ഇത് നേരെ പാർക്കിലേക്കുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻട്രി. ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ് എങ്ങനെയാണല്ല. യെസ്, ഇതാണ് കേട്ടോ
ഒക്കെ കോട ഇറങ്ങിയതാണ് ഗൈസ്. കോടയാണ് ഗൈസ്. സംഭവത്തിൽ എനിക്ക് പേടിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ വീഡിയോസുകളൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ യാത്ര കഴിയുമ്പോൾ കാട്ടിൽ നിന്ന് കണ്ട് പുലി വരുന്നതൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ് സംഭവം. അപ്പോൾ ഇതാണ് എൻട്രി. ഇതിലുണ്ട് പൂളിലേക്ക്, ഇതിലുണ്ട് കേട്ടോ പൂളിലേക്ക്. സംഭവത്തിൽ എനിക്ക് നല്ല പേടിയാട്ടോ. എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇങ്ങനെ കാടൊക്കെ ഉള്ള ഏരിയ അല്ലേ, നമ്മളെ നാടല്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോസൊക്കെ കാണുമ്പോഴേ പുലി വരുന്നതൊക്കെ കാണുമല്ലോ, മനസ്സിലായോ? പുലിയൊക്കെ വന്നിട്ട് പിടിച്ചെടുക്കുന്നുണ്ടോ അങ്ങനത്തെ വീഡിയോസൊക്കെ നമ്മളിങ്ങനെ റീൽസും ടി വിയിലും മൊബൈലിലൊക്കെ കാണും. പക്ഷെ സത്യത്തിലുള്ളതാണോന്നും എനിക്കറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ എഡിറ്റഡ് ആണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അങ്ങനത്തെ വീഡിയോസുകളൊക്കെ കണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. മൃഗങ്ങളൊക്കെ ഭയങ്കര പേടിയാണ്, പ്രത്യേകിച്ച് പാമ്പിനൊക്കെ. എൻ്റെ കേൾക്കണ തന്നെ അതിൻ്റെ അത്ര പേടി എനിക്ക് വേറെ ഒന്നും വരാൻ പേടിയാണ് ഗൈസ്. അങ്ങനെ ഇതാണ് ഗൈസ് ഞങ്ങളെ ഗോൾഡൻ റോക്ക്. മനസ്സിലായോ? നോക്കിക്കല്ലേ. ഞാനൊരു ചെറിയൊരു കട്ടൻ അങ്ങോട്ട് പാസ്സാക്കിയാട്ടെ ഞങ്ങൾ അടുത്ത് പോകുന്ന കുരിശുമലയൊക്കെയാണ് കേട്ടോ. കുരിശുമലയ്ക്ക് മൊത്തത്തിലുള്ള ആളില്ല കേട്ടോ. 2 ജീപ്പാണ് കേട്ടോ പോകുന്നത്. കുട്ടികളൊക്കെ കുറേ ആൾക്കാർ പൂളിൽ കളിക്കുകയാണല്ലോ, ഓരോന്നും പോകുന്നില്ല കേട്ടോ. കുറച്ച് ആൾക്കാരെ കാണാൻ ആഗ്രഹമുള്ളവർ മാത്രമേ പോന്നിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഞാനും അങ്ങോട്ട് പോയിട്ട് കാണാൻ വേണ്ടിയിട്ട്. കുറച്ചൊന്നും ഉണ്ട് കേട്ടോ. ഇവിടെ നാട്ട് ഒരു 3/4 മണിക്കൂറൊക്കെ യാത്ര ഉണ്ടാകാൻ മതി നമ്മൾ ഗോൾഡൻ റോക്സ് നിന്ന് കേട്ടോ. എന്താ പറയുക, പോണ വഴി എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഡേഞ്ചറായ വഴിയാണ് കേട്ടോ. ഇവിടെ ഒന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. പക്ഷേ കുറച്ചങ്ങോട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ നല്ല എന്താ പറയുക, നല്ല പേടിയാവും കേട്ടോ റോഡൊക്കെ കണ്ടിട്ട്. പ്രത്യേകിച്ച് ഞാൻ വിചാരിക്കണമല്ല, മുന്നിൽ ജീപ്പിൻ്റെ ഒക്കെ മുന്നിലിരിക്കണ ഒരവസ്ഥ. ജീപ്പ് കൊണ്ടുപോകാൻ വന്നത് നമ്മൾ വിളിച്ചറിയുമ്പോൾ ജീപ്പ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും കേട്ടോ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോയതുണ്ട്. പക്ഷേ പോണ വഴികളൊക്കെ റോഡൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ അങ്ങോട്ട് എത്തിയിട്ട് ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴുള്ള റോഡാണ് കേട്ടോ വളരെ മോശമുള്ള റോഡുകളൊക്കെ. പക്ഷേ ഒരുപാട് വികസനങ്ങൾ വരുന്നുണ്ട് കേട്ടോ ഈ കക്കാടംപൊയിൽ. ഞാൻ അങ്ങനെ വിചാരിക്കും ഇവിടെ ഒന്ന് നമുക്കൊന്ന് നിൽക്കാൻ കഴിയും. നമ്മളൊക്കെ ഈ ആളുകൾ കൂടുതൽ തിങ്ങി പാർക്കുന്ന സ്ഥലത്ത് നിന്ന് ജീവിച്ചവർക്കൊന്നും ഇങ്ങനത്തെ സ്ഥലത്തൊന്നും വന്ന് കഴിയാനൊന്നും കഴിയില്ല കേട്ടോ. പ്രത്യേകിച്ച് എനിക്കൊന്നും തീരെ കഴിയും. ഞാനൊക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അങ്ങനത്തെവരൊക്കെ ഞാൻ ഇങ്ങനെ സ്ഥലത്തൊക്കെ വന്നിട്ട് ഒന്നെങ്കിൽ മിക്കവാറും മാനസികമാവും ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്ന് കൊണ്ടുപോയിട്ടാൽ. എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. പക്ഷേ തിരക്കുകളൊന്നുമില്ല, ആളുകൾ കുറവായിരിക്കുമല്ലോ ഇവിടുത്തെ ഏരിയയിൽ. അതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ റോട്ടിനൊന്നും. നല്ല ഒരു മഴ കഴിഞ്ഞ സമയതിനെ കൊണ്ട് നല്ലൊരു സുഖമുള്ളൊരു ക്ലൈമറ്റ് കേട്ടോ. അവിടുന്ന് മെയിൻ റോഡ് വന്ന് ചെറിയൊരു പോക്കറ്റ് റോഡിലേക്ക് തിരിഞ്ഞിട്ട് ഇനിയാണ് ഗൈസ് റോഡിൻ്റെ അവസ്ഥ. വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് റോഡ് കാണാനേ വയ്യ. പിന്നെ 2 സൈഡിലും കാടായിട്ടുണ്ടല്ലേ. ഇതൊക്കെയാണ് റോഡിൻ്റെ അവസ്ഥ. ഇവിടേക്കൊന്നും നമ്മൾ സാധാ വണ്ടികളും കാറുകളൊന്നും പോരും. ഇവിടുത്തെ ഈ ജീപ്പ് മാത്രമല്ല, എക്സ്പേർട്ടായ ഡ്രൈവർമാരുമാണ് കേട്ടോ. ഇതിൽ പോയിട്ട് എക്സ്പേർട്ടായവർക്ക് മാത്രമേ ഈ എന്താ പറയുക ഇതിൽ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അങ്ങനെ ലാസ്റ്റ് ആ മലയൊക്കെ കയറി ഞങ്ങളുടെ കുരിശുമലയിൽ എത്തി കയറി നോക്കും. ഒടുക്കത്തെ കാറ്റാലും പൊറുക്കും, നല്ല കാറ്റ് ഗൈസ്. അത് പിടിച്ച് നിൽക്കാൻ കഴിയുന്നവർക്ക് കഴിയുള്ളൂ കേട്ടോ. പിന്നെ ഈ ഇറങ്ങണമൊക്കെ കണ്ടില്ലേ, കാലും കൈയൊക്കെ ഇല്ലാത്തവർ പിന്നെ അതെങ്ങനെയൊക്കെ കയറി ചെയ്താലും ഒപ്പിച്ചിത് ഇറങ്ങാണ്ട് തിരിച്ച് നല്ല മഴയായിരുന്നു കേട്ടോ. മഴത്ത് ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, പ്രത്യേക ഒരു ഫീലിങ്സ്. കാരണം കോടനോട് കാണില്ലായിരുന്നു, പക്ഷെ ഒരു മഴ പെയ്ത ഫുള്ള് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടോ. അപ്പം ചുരുക്കി പറഞ്ഞാൽ മഴയും കാറ്റും കോടയൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഇങ്ങോട്ടേക്ക് റിസോർട്ടിലെത്തിയാലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അതിന് ശേഷം നല്ലൊന്ന് പൂളിൽ ചാടി അവിടെയൊക്കെ നല്ല നമ്മൾ പോകുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പൂളിലേക്ക് ഇറങ്ങി. ഇതാണ് പൂള് ഞങ്ങളെ ഇടയിൽ ഞാൻ അങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഞാൻ അതിൻ്റെ ഇടയിൽ പെട്ടുപോയ വീഡിയോസ് അകത്ത് നമ്മൾ പോരുമ്പോൾ പാക്ക് ചെയ്ത് സത്യം പറഞ്ഞാൽ സോറി റെക്കോർഡ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഡിലീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ വന്ന് ചെലിക്കാട്ടോ. പിന്നെ എന്നെന്താ ചെയ്യുക, നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും പൂളിലേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ സമയം ഒരു 9 മണി ആയപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് പോകുന്നു കേട്ടോ. 7:50 വരെ ഉള്ളായിരുന്നു കേട്ടോ. 7:50 നമ്മൾ കുരിശുമലയിൽ എത്തി. 9 മണി ഇത് നമ്മൾ ഗ്രീനി ഇത് മൊത്തത്തിലുള്ള ഇതിൽ പെണ്ണുങ്ങൾ ജയിച്ചാണ് ഗൈസ്. അനി തിരിച്ചു പോവാണ് ഗൈസ്. അപ്പം പിന്നെ സമയം ഇപ്പോൾ 12:30 അപ്പോൾ നമുക്ക് വെക്കേറ്റ് ചെയ്യാനായി. അപ്പോൾ റൂമൊക്കെ അലങ്കോലപ്പെട്ടിരിക്കുകയാണ് ഗൈസ്.
ഗൈസ്. അപ്പം അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ സത്യം പറഞ്ഞാൽ നല്ല എൻജോയ് ചെയ്തിട്ട് എല്ലാവരും. അപ്പം ഇതാ മത്സരത്തിന് ലിസ്റ്റ് അതിന് സമ്മാനം കൊടുക്കലോടുകൂടി ഒരു ഫോട്ടോ എടുക്കുക, ഫാമിലി ഫോട്ടോ എടുക്കുക, എല്ലാവരും വണ്ടിയിലും പോരെ അതാത് വീട്ടിലേക്ക് പോവാം. അതോടുകൂടി ഇന്നത്തെ പ്രോഗ്രാം ഫുള്ള് കഴിഞ്ഞു കേട്ടോ. ഒരുപാട് ഇതുവരെ നീന്തൽ മത്സരം വടംവലിയൊക്കെ വെള്ളത്തിൽ നിന്ന് ഉണ്ടായിരുന്നിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. ഒന്നാമത് ഫാമിലിയും കൂടി ആകുമ്പം അത് ഇപ്രാവശ്യം വെള്ളത്തിൽ നീന്തൽ മത്സരത്തിന് ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി തമ്മിലേന് കേട്ടോ. ഒരു 8-10-12 പെണ്ണുങ്ങളും 5-6 ആണുങ്ങളും കേട്ടോ. അതിൽ ഫസ്റ്റ് പെണ്ണുങ്ങൾക്കാട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നല്ല രസമുണ്ട് വെള്ളത്തിൽ നിന്ന് ഇരുന്നിട്ട് വടംവലി. അത് പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഏതായാലും എനിവേ ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞു. ഇനി എല്ലാവരും വീട്ടിലേക്ക് ഇനി ഫുഡ് കഴിക്കണം. ഉച്ചയല്ലോ, ഇനി പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക. ഞങ്ങോട്ട് പുറത്ത് പോവേണ്ടാവില്ല, ഇനി വീട്ടിലേക്കായിരിക്കാൻ മതി. എങ്ങനെ അറിയില്ല കേട്ടോ. ഇപ്പോൾ അവിടുന്ന് എല്ലാവരും എങ്ങോട്ടേ പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോവാം ഇൻഷാ അല്ലാ. അപ്പോൾ ഞാൻ വീഡിയോ കൂടി ഇനി പാറല്ലേ അതിലൊക്കെ വളക്കി വീണാൽ പണി വരൂലേ. തിരിച്ച് വീട്ടിലേക്ക് വരുന്ന കാഴ്ചകളാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കാഴ്ചയുണ്ട്. വെള്ളച്ചാട്ടമൊക്കെ കണ്ട് അങ്ങനെ എന്താ ഫുഡൊക്കെ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം തിരിച്ച് വരുമ്പോൾ പൊന്നോ ഇതുവോ അവരൊക്കെ ഉറങ്ങിപ്പോയിട്ടോ. പിന്നൊന്നും നോക്കില്ല, ഫുഡ് ഇങ്ങോട്ട് വാങ്ങിച്ചു ഇനി വീട്ടിൽ നിന്ന് കഴിക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി കഴിക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുപോയതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കല്. ഫുള്ള് തിരുമ്പാനായി ഗൈസ്. അങ്ങനെ അത് തിരുമ്പലൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുള്ള് തിരുമ്പിട്ട് വാഷ് മെഷീനിലിടാൻ വയ്യല്ലോ. ഫുള്ള് കല്ലുകളും പുതിയതൊക്കെ അതിനെ കൊണ്ട് അതിന് പറ്റില്ല. പിന്നെ കല്ലുമ്മലിട്ട് അലക്കല്ല വേണം. അങ്ങനെ അതിനും കൂടി തീരുമാനമാക്കിയാൽ പിന്നെ കഴിഞ്ഞല്ലോ എന്ന് കരുതാം. അതിൻ്റെ ഇടയിൽ മൂപ്പർക്ക് എന്തൊക്കെയോ പരിപാടി ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ ഞാൻ വോയിസ് കൊടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഒഴിവാക്കിയതാണ് കേട്ടോ. അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് ഫുള്ള് കഴിഞ്ഞ് സുഖമായിട്ട് കുറച്ച് നേരം ഒന്ന് ഉറങ്ങാനുണ്ട്. നല്ല ടയേർഡായിട്ട് പോയി വന്നതിന് ശേഷം മക്കളൊക്കെ കിടന്നാണ്. അപ്പോൾ ഒന്ന് ചെറുങ്ങനെ ഒന്ന് ഉറങ്ങട്ടെ എന്ന് കരുതി. അപ്പോൾ ഓക്കെ ബൈ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ചെറിയൊരു ട്രിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഇത് ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഇന്നാണ് അപ്ലോഡ് ചെയ്യുന്നത്. കഴിഞ്ഞ് 28, 27, 29, 30 തീയതികളിലെ വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ക്ഷമിക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ.